നമസ്കാരം. ശക്തമായ മഴ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇതിനോടനുബന്ധിച്ചിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ടി9 മലയാളത്തിൻ്റെ ലൈവ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം വരുന്ന ദിവസങ്ങളിൽ മധ്യ കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ അടങ്ങുന്ന മധ്യ കേരളത്തിൽ ശക്തമായ മഴ, എറണാകുളം അടക്കം ശക്തമായ മഴ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജൂൺ 11 നാളെയും ജൂൺ 12 മറ്റന്നാളുമായിരിക്കും ഈ മഴ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഇടുക്കി, വ്യാഴാഴ്ച എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലും വെള്ളിയാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച ആയിട്ടാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇന്നും, അതായത് ഞാനത് വീഡിയോ എടുക്കുന്ന ഈ സമയത്തും ചില ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് ഉണ്ട്. പക്ഷേ എന്നാൽ അതിമാത്രം ശക്തമായ മഴ എല്ലായിടത്തും ഉണ്ടെന്ന് പറയാനും സാധിക്കില്ല. ചില ജില്ലകളിലേക്കൊക്കെ മഴയ്ക്കൊക്കെ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലകളിലും കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലും ഗ്രീൻ അലർട്ട് ഉണ്ട്. അതിനകത്ത് ശക്തമായ മഴയെന്നൊന്നും പറയാൻ സാധിക്കില്ല. വ്യാഴാഴ്ച പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിൽ അന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 13 കൃത്യമായി കേൾക്കണം, ജൂൺ 13 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് 11 ജില്ലകളിൽ ഗ്രീൻ അലർട്ടും അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 14 യെല്ലോ അലർട്ട് വരുന്ന എറണാകുളത്തും തൃശ്ശൂരും പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ്. ഈ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ മഴയ്ക്ക് ശക്തമായ മഴയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയാണ് ഓറഞ്ച് അലർട്ടുമായി ബന്ധപ്പെട്ട്. ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് ആ സമയത്ത് സംഭവിക്കുന്ന മഴ അങ്ങനെ ആയിരിക്കും. ഗ്രീൻ അലർട്ട് ഉള്ള ജില്ലകളിൽ നേരിയ മിതമായ തോതിൽ, പരമാവധി ചെറിയ തോതിലെങ്കിലും ഒരു മഴ പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ മഴ സാധ്യതയുണ്ടാകുന്നും വരില്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശിയടിക്കുന്നതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പുഴകളിലോ മറ്റു ജലാശയങ്ങളിലോ ഈ സമയം ഇറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായി നടക്കണം. കാരണം ഈ വെള്ളം കൂടുന്ന സമയത്ത് കുത്തൊഴുക്കൊക്കെ പലർക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചുഴിയിലേക്ക് ആയിരിക്കും പെടുന്നത്. ഒരുപാട് ആളുകൾക്കൊക്കെ ജീവൻ അപായവും അപകടങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇതിന് മുൻപും പല സമയങ്ങളിലും സമീപകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജലാശയങ്ങളിലും കൃത്യമായി മുൻകരുതലുകളോ ഒന്നും ഇല്ലാതെ ഈ സമയങ്ങളിൽ മോശം കാലാവസ്ഥ സമയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കൃത്യമായ നീന്തൽ അറിയുന്നവരാണെങ്കിൽ പോലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഏത് വെള്ളത്തിലാണെങ്കിലും ഇറങ്ങാൻ പാടുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ജൂൺ 12 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളത് ഓൾറെഡി കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അറിഞ്ഞിരിക്കണം. ഈ രാജ്യത്തിന്റെ ഈ കാലാവസ്ഥയിൽ പറയുമ്പോൾ രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം കൊടുത്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണെങ്കിൽ ജൂൺ 13 വരെ ഈർപ്പമുള്ള മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയാണ്. ആലിപ്പഴമൊക്കെ പെയ്യാനൊക്കെ വളരെയധികം സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത 5 മുതൽ 7 ദിവസങ്ങളിൽ ഇന്ത്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ടതോ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ ശക്തമായ മഴ എന്ന് പറയുന്നത് 7 മുതൽ 20 വരെ സെന്റിമീറ്റർ മഴയാണ് ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അതിൽ വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജലാശയങ്ങളിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ, പുഴയുടെ വശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ളത്, ശക്തമായ കാറ്റുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇടിമിന്നലുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി പാലിക്കേണ്ടതാണ്. എല്ലാവരും കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഒരു അപകടമോ മറ്റു അനിഷ്ട സംഭവങ്ങളോ ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ്
ഈ മുന്നറിയിപ്പുകളും മുൻകരുതലുകളും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മഴയോടനുബന്ധിച്ച് ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ, പ്രകൃതി സംബന്ധമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ഒഴിവാക്കാൻ കഴിയും. എന്തായാലും മറ്റൊരു ദിവസത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.